ഹായ് ഹലോ, ഞാനിന്ന് കുമ്പളങ്ങയും പയറും കൂടെ ഓലം വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തു, അതിൻ്റെ അകത്തൊരു പച്ചമുളക് മുറിച്ചിട്ടു, അതിൻ്റെ അകത്ത് പയറ് നീളത്തിൽ മുറിച്ചതും ഇട്ട്, കുമ്പളങ്ങ ചെറുതായി മുറിച്ച കഷ്ണം കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത്, അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും ഇട്ട്, ആ കഷ്ണം വേവേണ്ട ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചു. എന്നിട്ട് ഒന്ന് ഇളക്കി ജോയിൻ്റ് ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കുക. വേവാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ചൊരു 2 സ്പൂണ് വെള്ളവും കൂടെ അതിൻ്റെ അകത്ത് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി ജോയിൻ്റ് ആക്കി, നല്ലോണം ഇളക്കി ജോയിൻ്റ് ആക്കിയിട്ട് എല്ലാ കഷ്ണവും ഇളകുന്ന വിധത്തിൽ ഇളക്കി ജോയിൻ്റ് ആക്കിയിട്ട് ഒന്നവിടെ അടച്ചു വെക്കുക. അപ്പോൾ അങ്ങനെ രണ്ടാമത് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കിയാൽ എന്താണെന്ന് വെച്ചാൽ ഈ കഷ്ണം പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് വേകാൻ താമസമായിരിക്കും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ ഇളക്കി തുറന്ന് നോക്കുമ്പോഴത്തേന് ആ വെള്ളം കുറച്ച് വറ്റി വന്നിട്ടുണ്ടാവും. വറ്റി വന്ന കഷ്ണം ഒന്നും കൂടെ ഇളക്കി നോക്കി അതിൻ്റെ അകത്ത് കുറച്ച് ഒരു 1/4 ഗ്ലാസ് പോലെ പാല് അതിൻ്റെ അകത്ത് ഒഴിക്കുക. തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക, അല്ലെങ്കിൽ പാൽ ഒഴിക്കുക. അത് ഒഴിച്ച് ആ പാൽ ഒഴിച്ച് നല്ലപോലെ ജോയിൻ്റ് ആക്കി കറക്റ്റ് ഉപ്പൊക്കെ നോക്കി ഒന്നും കൂടെ അടച്ചു വെക്കുക. അതായത് ആ പാലിൻ്റെ അകത്ത് കിടന്ന് 1 മിനിറ്റും കൂടെ ആ കഷ്ണം ഒന്ന് വറ്റി വരണം. ഒന്നും കൂടെ നമ്മൾ ഇളക്കി ജോയിൻ്റ് ആക്കി അവിടെ തന്നെ അടച്ച് വെച്ച് 1 മിനിറ്റ് കഴിയുമ്പം ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേനും ആ പാല് കുറച്ച് വറ്റിയിട്ടുണ്ടാവും. പാല് വറ്റിയിട്ടാകുമ്പോൾ നല്ലപോലെ ഇളക്കി ജോയിൻ്റ് ആക്കിയിട്ടാകുമ്പം അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി നമ്മളെ ഓലൻ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണേ മക്കളെ. ഓക്കെ, താങ്ക് യു.